നമ്മളൊരു മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു ഇന്നത്തെ ഒരു പാട്ടിനെ കുറിച്ച്. എല്ലാവരും കണ്ടിരുന്നോ? 571 പാട്ട് മൃത്യുവിൻ ദാസ്യത്തിൽ നിന്നെൻ്റെ ആത്മാവിദാ സ്വതന്ത്രമായി എന്നുള്ള ആ പാട്ടായിരുന്നു. അത് മെസ്സേജിൽ എല്ലാവരും അത് ധ്യാനിച്ചൊക്കെ വരണമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്ന മെസ്സേജുകൾ എല്ലാവരും ശ്രദ്ധിക്കണം. പിള്ളേരൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല. പിന്നെ നമ്മുടെ ജോയലും ജോബലും പറഞ്ഞപ്പോൾ പരീക്ഷയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? എന്തോ ഒരു ടെൻഡൻസി ഇങ്ങനെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചായിരുന്നോ? എന്ത് ടെൻഡൻസി എന്നാ പറഞ്ഞത്? വഴക്ക് പിടിക്കാനുള്ള ഒരു അതാ പരീക്ഷയാ. നമ്മൾ ഗലാത്യർ 2:20 ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അതിൻ്റെ ഒരു പ്രായോഗികമായിട്ട് നമ്മളത് ചിന്തിച്ചാൽ എങ്ങനെയാ? അതിൻ്റെ അർത്ഥം എങ്ങനെയാ? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഓരോ പരീക്ഷയോടുള്ള ബന്ധത്തിലും ഇപ്പം ഞാൻ എൻ്റെ സൗകര്യമായിട്ട് സംസാരിക്കുമ്പം എൻ്റെ മനോഭാവം എന്താ? ഞാനല്ല സംസാരിക്കുന്നത്, ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു. പക്ഷെ പ്രശ്നം എവിടെ വരുന്നേ? ഞാൻ സംസാരിക്കുന്ന ആ പ്രശ്നം. ഇപ്പം ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുകയാണ് എന്തില്ല. അപ്പം ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? പിള്ളേരത് വായിച്ച് യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യം, സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം സ്നേഹമാണ്, എൻ്റെ കർത്താവ് സ്നേഹമാണ്. അപ്പം കർത്താവ് എന്നിലൂടെ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്നിൽ നിന്ന് എന്താ വരുന്നത്? സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 Corinthians 13:4 വായിച്ച് പിള്ളേർ ദീർഘമായി ക്ഷമിക്കുന്നു. അപ്പം കർത്താവ് എന്നിലൂടെയാണ് ജീവിക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഞാനവിടെ ജീവിക്കുന്നില്ല, ഞാൻ മരിച്ചു. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുമ്പോൾ പാട്ടി പാടാറില്ലേ, നാം മരിച്ചു, നമ്മൾ ജീവൻ ക്രിസ്തുവോട് കൂടവേ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന എത്ര ഭദ്രമാ അത്. ഞാൻ മരിച്ചു, എൻ്റെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു, ഇനി എന്നിലൂടെ ആരാ ജീവിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യത്തിൽ വായിക്കുന്നത് നിങ്ങളുടെ അവയവങ്ങൾ റോമാലേഖനത്തിൽ പാപത്തിന് സമർപ്പിച്ചപ്പോൾ ഇനിയും നീതിരായുധങ്ങളായി വിശദീകരണം. അപ്പം ഞാൻ എൻ്റെ അവയവത്തെ, എൻ്റെ ശരീരത്തെ ആർക്ക് കൊടുക്കുക? കർത്താവിന് കൊടുക്കുക. അല്ല എൻ്റെ നാവിനെ കർത്താവിന് കൊടുക്കുക. ഇനി ആരാ എന്നിലൂടെ സംസാരിക്കുന്നത്? ഞാൻ അല്ല. എപ്പോഴാണ് പ്രശ്നം വരുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ, അല്ല ഞാൻ ജീവിക്കുമ്പോഴാണ് പ്രശ്നം. ഞാൻ ജീവിക്കുമ്പോൾ എന്താ വരുന്നത്? എന്നിലുള്ളതാണ് വരുന്നത്. പക്ഷെ കർത്താവ് എന്നിലൂടെ ജീവിക്കുമ്പോൾ എന്താ വരുന്നത്? കർത്താവിനുള്ളത് പുറത്തേക്ക് വരുന്നത്. കർത്താവിൽ എന്തില്ല? കയ്പില്ല, പകയില്ല, കോപമില്ല, ശാഠ്യമില്ല, അസൂയയില്ല, പിണക്കമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളെ പ്രായോഗികമായിട്ട് ചിന്തിക്കാറില്ല. വളരെ വ്യക്തം അപ്പോസ്തലൻ പറയും. തുടർന്ന് അടുത്ത വാക്യത്തെ അപ്പോസ്തലൻ പറയും, ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ. അല്ലേ? അടുത്ത വാക്യം 20-ാം വാക്യത്തിൽ തന്നെയാണത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പം ഇപ്പോഴും ഞാൻ ജഡത്തിൽ ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്നത് ഏത് തലത്തിലാണ്? വിശ്വാസത്തിന്റെ തലത്തിലാണ് ജീവിക്കുന്നത്. ആ 574 പാട്ടിൽ നമ്മളിങ്ങനെ തുടങ്ങുന്ന, മൃത്യുവിൻ ദാസ്യത്തിൽ നിന്നെൻ്റെ ആത്മാവിത സ്വതന്ത്രമായി. നമുക്ക് ആത്മാവ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ദേഹം, ദേഹി, ആത്മാവ്. പിന്നെ പാട്ടിൽ എന്താ പറയുന്നത്? എൻ്റെ ആത്മാവ് സ്വതന്ത്രമായി. അതിൻ്റെ അർത്ഥം എന്താ? മറ്റേ രണ്ടുപേരും സ്വതന്ത്രമായിട്ടില്ല. എൻ്റെ ദേഹവും ദേഹിയും സ്വതന്ത്രമായിട്ടില്ല, എൻ്റെ ആത്മാവ് സ്വതന്ത്രമായി. അതെങ്ങനെ സ്വതന്ത്രമാകുന്നത്? നമുക്കറിയാം, നമ്മൾ പാപത്തിൽ മരിച്ചവർ, നമ്മൾ ആത്മാവിൽ മരിച്ചവരാണ്. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ ജീവിച്ചു. അപ്പം ആത്മാവ് പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് സ്വതന്ത്രമായി തീർന്നു.
ഇനിയും നമ്മൾ ആരുടെ പിന്നാലെയാണ് നടക്കുന്നത്? ആത്മാവിൻ്റെ പിന്നാലെ. ഇതുവരെ നമ്മൾ എങ്ങനെയാണ് നടന്നത്? ജഡത്തിൻ്റെ പിന്നാലെ. ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായി ചെയ്തുകൊണ്ട് നടന്നു. ഇപ്പം ആത്മാവ് വീണ്ടും ജനിച്ചു. ഞാൻ എൻ്റെ ആത്മാവ് പാപത്തിൻ്റെ അല്ലെ മരണത്തിൻ്റെ ദാസത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ഇനി എൻ്റെ ആത്മാവാണ് നടക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതുവരെ ആരാ നടന്നേ? ഞാൻ. ഞാൻ ക്രൂശിക്കപ്പെട്ടു. ഇനി ആരാ നടക്കുന്നത്? വിശ്വാസത്താൽ ആത്മാവിൽ ഞാൻ നടക്കുക ചെയ്യുന്നത്. ഞാൻ ആത്മാവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അവിടെ കർത്താവ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. കർത്താവ് എപ്പോഴും ഏറ്റു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സ്വയമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, പിതാവ് സംസാരിച്ച് കേൾക്കുന്ന ഞാൻ സംസാരിക്കുക. അതിൻ്റെ വേറൊരർത്ഥമാണ്, ഇനി ആത്മാവാണ് സംസാരിക്കുന്നത്, ഞാനല്ല. അപ്പം ആത്മാവിന് സംസാരിക്കണേ എന്ത് വേണം? നമ്മൾ ജഡത്തിൽ വസിക്കുന്നവരായതുകൊണ്ട് നമ്മൾ ആരോടാ സംസാരിക്കുന്നത്? മറ്റു മനുഷ്യരോടാ. അപ്പോൾ ആത്മാവിന് സംസാരിക്കണേലും എന്ത് വേണം? ഒരു നാവ് വേണം. അല്ലാണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല മനുഷ്യരോട് സംസാരിക്കുമ്പോൾ. അപ്പം ഞാൻ എൻ്റെ നാവിനെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാണ്ട് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുക, എന്താണ് കർത്താവ് സംസാരിക്കുന്നത്. ഇല്ല, ചില മിക്കവാറും സാഹചര്യങ്ങളിൽ നമ്മൾ സ്വയമായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളിൽ നിന്നുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ നമ്മളിൽ നിന്നുള്ളതല്ല എന്താ? മരണം. നമ്മുടെ സ്വയമായിട്ട് നമ്മളിലുള്ളത് മരണമാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. യാക്കോബൻ അത് വായിക്കുന്നുണ്ട്, നാവിനെ നിയന്ത്രിക്കാതെ. നാവിനെ നിയന്ത്രിക്കാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മിണ്ടാതിരിക്കാന്നല്ല, അതിനപ്പുറത്തായിട്ട് ഞാൻ എൻ്റെ നാവ് സ്വയമായിട്ട് സംസാരിക്കാൻ കൊടുക്കാതെ എൻ്റെ നാവിനെ ആർക്ക് കൊടുക്കുന്നു? പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവിനെ കേൾക്കേണ്ട ആവശ്യമുണ്ട്, ഇവിടെ ഞാൻ എന്ത് പറയണം. പക്ഷെ നമുക്കറിയാം, പരീക്ഷ ഇങ്ങോട്ട് വരുമ്പം നമ്മൾ ആത്മാവിനോട് എന്ത് പറയും? ശരിയല്ലേ? ശരിയല്ലേ? അതുവരെ നമ്മൾ പറയാം ഞാൻ ആത്മാവിൻ്റെ പിന്നാലെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പരീക്ഷകളുടെ സ്ഥാനത്ത് എന്താ സംഭവിക്കുക? നമ്മൾ ആത്മാവിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ സ്വയമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ സ്വന്തം ഇഷ്ടം സംസാരിക്കാൻ തുടങ്ങും. അപ്പം ഈ ഒരു സത്യത്തെക്കുറിച്ചുള്ള ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം എല്ലാ പരീക്ഷകളും നമ്മൾ എന്താ ഏറ്റു പറയുന്നത്? ഇനി ജീവിക്കുന്നത് ഞാനല്ല. സൗകര്യമായിട്ട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ, അല്ലെ ഭർത്താവായിട്ട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ എന്താ പറയേണ്ടത്? ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത്. കർത്താവ് പറഞ്ഞ ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. നമ്മൾ തന്നെ ഏറ്റു പറയുന്നത്. എബ്രായർ 8-ാം അധ്യായം വായിക്കുന്ന പോലെ, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, പിതാവേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പരീക്ഷയിലും എന്താ പറയുന്നത്? എൻ്റെ ഇഷ്ടം വേണ്ട, നിൻ്റെ ഇഷ്ടം. അപ്പം പരിശുദ്ധാത്മ നമ്മളെ കാണിച്ചത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഇഷ്ടത്തെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ക്രൂശിക്കണം. അതാരോ ക്രൂശിക്കുന്നത്? നമ്മൾ തന്നെ ചെയ്യണം അത്. ആ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം മിണ്ടാനുള്ളൊരാഗ്രഹമാണ് നമ്മുടെ ഇഷ്ടം. ഇങ്ങോട്ട് വരുന്നതിനൊക്കെ അങ്ങനെ മറുപടി പറയാൻ. അവിടെ ദയാത്മാവ് പറയുന്നത് എൻ്റെ ഇഷ്ടമല്ല, നീ മിണ്ടാതിരിക്കണമെന്നാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? ദൈവാത്മാവിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നു, മിണ്ടുന്നില്ല. അപ്പം ഞാൻ ആരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്? ദൈവ ഇഷ്ടമാണ് ചെയ്യുന്നത്. ദൈവാത്മാവിനോട് മിണ്ടരുത് എന്ന് പറയുമ്പം, ഞാൻ മിണ്ടാതിരിക്കുമ്പം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. പക്ഷെ ദൈവാത്മാവിനോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടുമ്പോഴോ ഞാൻ എൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടമെല്ലാം പാപമാണ്, മരണമാണ്. എന്നിൽ നിന്ന് വരുന്ന എല്ലാം മരണമാണ്. അവിടെ നമ്മളോട് നിശബ്ദരായിരിക്കാനായിട്ട് ദൈവാത്മാവ് പറയുന്നത് നമ്മൾ കേൾക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ എന്ത് ചെയ്യാറില്ല? അനുസരിക്കുകയല്ല. അതുകൊണ്ടാണ് റോമർ 6 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്. അപ്പോൾ ആ ശബ്ദത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലെ? ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് നമ്മുടെ ജോഷ്മാൻ ആ വാക്യം പറഞ്ഞിരുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും. ഇംഗ്ലീഷിൽ പറയുന്നത് ടു വിൽ ആൻഡ് ടു ഡു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഇച്ഛ ആരാ കൊണ്ടിരുന്നത്? ദൈവമായിരുന്നത്. പ്രവർത്തിക്കാനുള്ള ശക്തിയോ അതും ദൈവം തന്നെയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വിധേയപ്പെടുത്തി കൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം നമ്മുടെ ഉള്ളിൽ ഇച്ഛ തരുന്നുണ്ട്, നമ്മുടേതൊരു ഇച്ഛയുണ്ട്. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. എനിക്ക് എൻ്റെ ഇച്ഛ തിരഞ്ഞെടുക്കാം, അല്ലെ ദൈവത്തിൻ്റെ ഇച്ഛ തിരഞ്ഞെടുക്കാം. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്ന എപ്പോഴാണ്? നമ്മുടെ ഇച്ഛ തിരഞ്ഞെടുത്ത് അത് ചെയ്യുമ്പോഴാണ്. എന്നാൽ ഞാൻ ആ ദൈവത്തിൻ്റെ ഇച്ഛ അറിഞ്ഞു, അത് ചെയ്തു കഴിഞ്ഞാലോ ഞാൻ ദൈവേഷ്ടം ചെയ്തു. അതിനെ കൂടുതൽ ജീവനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ദൈവത്തോടുള്ള ബന്ധത്തിൽ, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഇപ്പം
നമ്മുടെ കഴിഞ്ഞ ആഴ്ച റോയി ബ്രദർ പറഞ്ഞൊരു കാര്യം എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബ്രദർ പണിയൊക്കെ എടുത്തിട്ട് കാശുകൊണ്ട് സിസ്റ്ററെ ഏൽപ്പിക്കുക. അത് കേട്ടപ്പോൾ എത്ര സഹോദരന്മാരുടെ ഉള്ളിൽ തോന്നി എൻ്റെ കെട്ടിയോനും അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ തോന്നില്ലേ പോലും കുറച്ചുകൂടൊക്കെ എന്നെ ഒന്ന് പരിഗണിക്കണമെന്ന് ചിന്തിച്ചാറുണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ബ്രദറിന്റെ അനുഭവമാണ് പറഞ്ഞത്. വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു കാര്യമല്ല പറഞ്ഞത്. വചനത്തിൽ അങ്ങനെ ഇല്ല. ഉണ്ടോ? ഇല്ല. വചനത്തിൽ ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഭർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഭർത്താവ് ചെയ്യേണ്ടേ. പക്ഷെ ബ്രദർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എത്ര പേരെ തിരിച്ചറിഞ്ഞു? അത് കേട്ടപ്പം നമുക്ക് അങ്ങനത്തെ തിരിച്ചറിവ് വന്നോ? റോയ് ബ്രദർ അങ്ങനെ ചെയ്യുന്നതെന്നേ പറഞ്ഞുള്ളൂ. അത് അവർ തമ്മിലുള്ള ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം ആര് ചെയ്യണമെന്നാ? ഭർത്താവ്. നമുക്കറിയാം, നമുക്ക് മുഖ്യമന്ത്രി, ഒരു മന്ത്രിസഭയുണ്ട് കേരളത്തിൽ, ഭരിക്കുന്നൊരു ഗവൺമെന്റ്. അവിടെ മുഖ്യമന്ത്രിയുണ്ട്, ധനമന്ത്രിയുണ്ട്, ഇല്ലേ? ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ധനമന്ത്രിയാണ്. പക്ഷേ ഓരോ കാര്യം ചെയ്തിട്ട് ഇവിടെ ചെല്ലണം, മുഖ്യമന്ത്രി അടുത്ത് ഉപ്പ് മേടിക്കണം. ഉപ്പ് മേടിക്കുന്നില്ലെങ്കിലോ പാളിപ്പോയി എന്ന് പറഞ്ഞാൽ. അപ്പം ബ്രദർ രണ്ടാമതൊരു കാര്യം പറഞ്ഞു. സിസ്റ്ററോട് ഒരു 10 രൂപ ചോദിക്കുന്ന ഉടനെ എന്തിനാന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അവിടെ സംഗതി എന്തോ ഒരു അപാകതയുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി ഒരു ഇത്ര രൂപ ഇങ്ങോട്ട് അലോട്ട് ചെയ്യാൻ പറയുമ്പം ധനമന്ത്രി ചോദിക്കുന്നതിന് എന്തിനാന്ന് ചോദിക്കുന്നതല്ല. അവിടെ ഒരു ആ ഐക്യം പോയി, ഹാർമണി പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും അതൊരാത്മാവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ വിവേചിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം ഇപ്പം സിസ്റ്ററോടുള്ള ബന്ധത്തിൽ, ഇപ്പം ആ ബ്രദർ പറഞ്ഞ കാര്യത്തോടുള്ള ബന്ധത്തിൽ ആ ചോദ്യം എവിടുന്നാ വന്നേ? ദൈവത്തിൽ നിന്നാണോ തന്നിൽ നിന്ന് തന്നെയാണ്? അത് തന്നിൽ തന്നെ വന്നൊരു ചോദ്യമാണ്. ദൈവത്തിൽ നിന്നാണ് അങ്ങനെ ചോദ്യം വരത്തില്ല. ഇപ്പം ചർച്ചിനുള്ളിൽ പലരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ നമ്മുടെ സ്വയം കൊണ്ടിടും. നമ്മൾ ആത്മാവിൻ്റെ തലത്തിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആ ഏൽപ്പിച്ച ആളോടുള്ളൊരു വിധേയത്വത്തിലായിരിക്കും അത് ചെയ്യുന്നത്. വിധേയത്വത്തിൽ. അല്ലെങ്കിലോ ഇൻഡിപെൻഡൻസിലോട്ട് വരും. എന്നെ ഏൽപ്പിച്ച് ഞാൻ ചെയ്യും, ആരാ ചോദിക്കാൻ? മനസ്സിലാകുന്നുണ്ട്? കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞാല ഈ സാമ്പത്തിക കാര്യങ്ങളുള്ള ബന്ധത്തിൽ ബ്രദർ പറഞ്ഞപ്പം സിസ്റ്ററെ ഏൽപ്പിച്ച് സിസ്റ്റർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രദർ ഒരു 10 രൂപ ചോദിച്ചപ്പോൾ എന്തിനാന്ന് ചോദിച്ചെങ്കിൽ എന്തോ ഒരു അപാകത ഇതിനകത്ത്. ഇപ്പം ഒരു കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കണം. അത് ഈ സഹോദരന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്തൊന്നും നീ തലയിടണ്ട, ഞാൻ ചെയ്തോളാം, നീ അറിയാൻ വേണ്ട. ചിലപ്പം അങ്ങനത്തെ നിലപാടിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ ഉള്ളതും കൊണ്ട് ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് സഹോദരിയെ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ട്, സഹോദരി അങ്ങോട്ട് വലിക്കാൻ തുടങ്ങും. അത് വേണം, ഇത് വേണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പം അതിനുള്ളൊരു ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും പറയാത്തത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരുന്നൊരു കാര്യം, പ്രത്യേകിച്ച് സഹോദരിമാരോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കൊരിന്ത്യർ അപ്പോസ്തലൻ അത് പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഒന്ന് കൊരിന്തി 7-ാം അധ്യായത്തിൽ ആണ് ഭാര്യ ഭർത്തൃബന്ധത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുന്നത്. അതിനുശേഷം എവിടെയാന്ന് ഞാനിപ്പോൾ കറക്റ്റ് പറഞ്ഞ ആ പദപ്രയോഗം ഇതാണ്: ആദാമല്ല ഹൗവ എത്രേ സാത്താൻ പരീക്ഷിക്കട്ട് പാപത്തിൽ അകപ്പെട്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന്, അതുകൊണ്ട് സഭയിൽ സഹോദരിമാരെന്ത് ചെയ്യാൻ പാടില്ല? പ്രബോധിപ്പിക്കാൻ പാടില്ല. അപ്പം സഹോദരിമാർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ? പെട്ടെന്ന് പ്രലോഭനത്തിൽ വീഴാനുള്ള ഒരു നേച്ചറാണ് സഹോദരിമാർക്കുള്ളത്. അപ്പോൾ അത് അവരറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിനടുത്ത് ആരെ ഏൽപ്പിച്ചേ? ഭർത്താവിനെ ഏൽപ്പിച്ചേ. അതിൻ്റെ കാരണം ഇതാ, പെട്ടെന്ന് പ്രലോഭനത്തിൽ അകപ്പെടാനുള്ള സാധ്യത സഹോദരിമാർക്കുണ്ട്.
പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ. അല്ലെ, അതിങ്ങനെ പിടിച്ചു വെക്കാനുള്ള ആഗ്രഹമുണ്ട്. ഇപ്പം ഭർത്താവ് ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചു ചോദിക്കുമ്പോൾ എന്തിനാ, അല്ലേ, തരത്തില്ല. ആ ഒരു പ്രവണതയുണ്ട്. അപ്പം നമ്മൾ ദൈവവഴിയിൽ നടക്കും തോറും, ദൈവാത്മാവ് നമ്മൾ പ്രവർത്തിക്കും തോറും എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഒരാളാണേൽ ഇച്ചിരി പൈസ എന്ന് പറഞ്ഞ ഉടനെ ചോദിക്കത്തില്ല, എന്തിനാന്ന് ചോദിക്കത്തില്ല. എന്താ എടുത്തു. അതിന് കാരണം ആരെ ഏൽപ്പിച്ച ആരാ? ഭർത്താവാ. തിരിച്ചു ചോദിച്ചു. ഇല്ലേ, നമ്മൾ ഇയ്യോബ് പറഞ്ഞ പോലെ യഹോവ തന്നു, യഹോവ എടുത്തു. അല്ലേലോ, ഇയ്യോബ് ചോദിച്ചോ കർത്താവിനോട്, നീ തന്നിട്ട് എന്തിനാ എടുത്തതെന്ന് ചോദിച്ചോ? ഇല്ല. 10 മക്കളും നഷ്ടപ്പെട്ടപ്പോഴും ഇവൻ്റെ പ്രതികരണം അതായിരുന്നു. എന്ന് പറഞ്ഞാൽ ആന്തരിക മനോഭാവം അതാ കാണിക്കുന്നത്, ആത്മാവിലുള്ള ഒരു മനോഭാവം എന്ന് പറഞ്ഞ പോലെയാണ്. ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ വിശുദ്ധീകരണം ഇവിടെല്ലാം നമുക്ക് വരേണ്ട ആവശ്യമുണ്ട്, ഈ തലങ്ങളിലെല്ലാം. അതിൻ്റെ അനന്തരഫലം എന്താ? നമ്മൾ കൂടുതൽ കർത്താവിനെ പോലെ ആയിത്തീർന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്കൊരു ആന്തരിക ദർശനം വേണം എല്ലാ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ. ആ എന്ന് പറഞ്ഞ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഴയ നിയമത്തിൻ്റെ അവസാന പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. അതിൻ്റെ മലാക്കിയുടെ പുസ്തകം, മലാക്കിയല്ല, സക്രിയ പുസ്തകത്തിൽ, സക്രിയാവിൽ അതിൽ 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. സക്രിയാവ് 4:10. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു, സർവ്വഭൂമിയിൽ ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അപ്പം സെരുബ്ബാബേൽ ആലയമാണ് പണിയുന്നത്, മുളി പറയുന്നുണ്ടത്. പക്ഷെ പണിയാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ എന്തു മാത്രമേ ഉള്ളൂ? ഒരു എന്തിനാ തൂക്കുകട്ട? തൂക്കട്ട എന്തിനാ? തൂക്കട്ടയാണത് പണി ക്രമത്തിലാണോ എന്ന് തിരിച്ചറിയുന്നില്ലേ? ഒരു കല്ലിൻ്റെ മേലെ ഒരു കല്ല് വെച്ചിട്ട് അവരിങ്ങനെ വെച്ച് നോക്കുന്ന കാണാം, കറക്റ്റാണോ? നീ കറക്റ്റല്ലേ, എന്ത് സംഭവിക്കും? മുകളിലോട്ട് പോകുമ്പോൾ ഇതെല്ലാം കൂടെ ഇടിഞ്ഞു വീഴും. ഈ ദർശനം എന്ന് പറയുമ്പോൾ അതാ. നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പം ഈ തൂക്കുകട്ട നമ്മുടെ ഉള്ളിൽ വേണം. വചനത്തോട് ചേർത്ത് നമ്മൾ ഒക്കുന്നതാണോ എന്നിങ്ങനെ നോക്കണം. അപ്പം ഇച്ചിരി മാറിയാൽ നിൽക്കുന്നെങ്കിൽ ഇപ്പം ചിലരൊക്കെ പറയൂ, ഇത്ര അകലമല്ലേ ഉള്ളൂ. പക്ഷെ ആ അകലം മുകളിലോട്ട് പോകും തോറും എന്ത് സംഭവിക്കും? കൂടിക്കൂടി വന്നിട്ട് ഇത് ഇടിഞ്ഞു പോകും. അപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള ബന്ധത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ആന്തരിക ദർശനം എന്ന് പറയുമ്പോൾ ഈ തൂക്കുകട്ടയാണ്. വചനമായിട്ടിത് ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? വിവേചിക്കണം. അതിനകത്ത് എന്തെങ്കിലും അബദ്ധം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു പ്രവണത എന്താ? അപ്പാടെ വിഴുങ്ങും. അപ്പാടെ അങ്ങ് വിഴുങ്ങിയിട്ട് ആ വഴിക്ക് അങ്ങ് പോകും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കൊരു ആന്തരിക ദർശന വ്യക്തത വേണം. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, നമ്മൾ ആത്മാവിൻ സ്വതന്ത്രരായി, മൃത്യുവിൻ്റെ അല്ലെ മരണത്തിൻ്റെ പാപത്തിൻ്റെ ദാസന ആത്മാവിൽ നമ്മൾ സ്വതന്ത്രരായി. ഈ ആത്മാവാണ് നമ്മളെ ഇനി മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പം നമ്മളെപ്പോഴും ശോധന ചെയ്യേണ്ടത് ആത്മാവിൽ നിന്നാണോ ജഡത്തിൽ നിന്നാണോ? നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് എബ്രായർ 4:12, ദൈവത്തിൻ്റെ വചനം ചെയ്യുന്നൊരു പ്രവൃത്തി. അത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഇതെവിടെ നിന്നാണ് വന്നേ? ദൈവത്തിൽ നിന്നാണോ എന്നിൽ തന്നെയാണോ? അപ്പം നമ്മളെപ്പോഴും വീണ്ടും ജനിച്ചതിന് ശേഷം പരീക്ഷിക്കപ്പെടുന്ന ഒരു തലവിടിയാണ്, എൻ്റെ ഇഷ്ടം ചെയ്യണോ ദൈവേഷ്ടം ചെയ്യണോ? അതിനു മുമ്പ് അങ്ങനത്തെ ഒരു പരീക്ഷയില്ല. ഏതേ ഉള്ളൂ, എൻ്റെ ഇഷ്ടമേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും എൻ്റെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ വീണ്ടും ജനിക്കുന്നതോടുകൂടി എൻ്റെ ഇഷ്ടം ചെയ്യണോ ദൈവേഷ്ടം ചെയ്യണോ? അവിടെ മൂന്നാമതായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആരാ തിരഞ്ഞെടുക്കുന്നത്? ഇപ്പം പൗലോസ് പറയുന്നില്ലേ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ എന്ന് പറയുമ്പോൾ ഞാൻ തിന്മ നന്മ രണ്ടിടത്ത് നിൽക്കുന്നു, ഞാൻ വേറെ സ്ഥലത്ത് നിൽക്കുന്നു. എന്നിട്ട് ഞാനാ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, അല്ലേ? അപ്പോൾ ഈ പരീക്ഷകളിലെല്ലാം അതാ സംഭവിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നമ്മളാണ് നടത്തേണ്ടത്. ഇപ്പം നമ്മുടെ ഇഷ്ടമുണ്ട്, ദൈവ ഇഷ്ടമുണ്ട്. നമുക്കറിയാം ദൈവ ഇഷ്ടം എന്താണെന്ന്. പക്ഷെ തള്ളുകൂടൽ ഏതിനാ? നമ്മുടെ ഇഷ്ടത്തിനാ.
അപ്പം എപ്പോഴും നമ്മൾ പ്രലോഭിക്കപ്പെടുന്ന അങ്ങനെ. ഇപ്പോൾ സാം പറഞ്ഞ പോലെ മടി, അതാരുടെ ഇഷ്ടമാണ്? നമ്മുടെ ഇഷ്ടമാണ്. ദൈവ ഇഷ്ടം എന്താ? നിങ്ങൾ നല്ല ഉത്സാഹികളായിരിക്കണം എന്നുള്ളതാണ്, ഇല്ലേ? ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. അത് ഭൗതികമായിട്ടാണേലും ആത്മീയമായിട്ടാണേലും ശരിയാണ്. അപ്പം നമ്മുടെ ജഡത്തിലുള്ളതാണ് ഈ മടിയെന്ന് പറയുന്നത്. നമ്മളതിനെ എങ്ങനെ കാണുന്നത്? മിത്രമായിട്ടോ ശത്രുവായിട്ടാണ്? ഒരു കാലം നമ്മുടെ മിത്രമായിരുന്നു, ജഡത്തിലുള്ളതെല്ലാം നമ്മുടെ മിത്രമായിരുന്നു. പക്ഷെ നമ്മൾ വീണ്ടും ജനിക്കുന്നതുകൊണ്ട് ജഡത്തിലുള്ളതെല്ലാം നമ്മുടെ ശത്രുവായി തീർന്നു, എല്ലാം. അതിൻ്റെ കാരണം എന്താ? ജഡത്തിൽ ഒരു നന്മയില്ല. പക്ഷെ ജഡത്തിലുള്ളതെല്ലാം എന്താ? മരണം. ജഡത്തിൻ്റെ ചിന്ത തന്നെ മരണം. അതോടുകൂടി നമ്മളതിനെ ശത്രുവായിട്ട് കാണാൻ തുടങ്ങി. അപ്പം നമ്മളെന്താ ചെയ്യുക? ശത്രു പറയുന്നതല്ലോ നമ്മൾ കേൾക്കുമോ? ഇല്ലേ? അപ്പം 6 മണിയായിട്ടും നമ്മുടെ പരീക്ഷ എന്താ? നമ്മൾ സർവ്വ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ കൈകെട്ടി കിടക്ക, അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയൊക്കെ വരുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആത്മാവാണ് പിന്നെ നമ്മളെ നയിക്കുന്നെങ്കിൽ ആത്മാവ് എന്ത് പറയും? ചാടി എഴുന്നേക്കാൻ പറയും. ജഡം നയിക്കുമ്പോൾ എന്ത് പറയും? കുറച്ചുകൂടി ചുരുണ്ട് കൂട്ടി പുതച്ച് അനങ്ങാണ്ട് കിടന്നു. അപ്പം നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശത്രുവായി തീർന്ന ആ കാര്യം നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കുന്നു, അതിനെ നമ്മൾ സ്വീകരിക്കുന്നില്ല. 1 Petrus 2 അതാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവർ, നിങ്ങളുടെ ആത്മാക്കളോട് പോരാടുന്ന ജഡമോഹങ്ങൾ. ഈ ജഡത്തിലുള്ളതെല്ലാം ആരോടെ പോരാടുന്നത്? അത് മടിയാണേലും കോപമാണേലും എന്താണേലും അത് ആത്മാവിനോടാണ് പോരാടുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ജഡത്തിലുള്ളതിനെ ശത്രുവായിട്ട് കാണണം. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇപ്പം ഭാര്യ ഭർത്തൃ ഒരു തർക്കവും വാദവും ഒക്കെ ഉണ്ടാക്കി പിണങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ സഹോദരി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എത്ര ശ്രമമല്ലേ, എത്ര വിഷമമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്ക് തിരികെ പോലും ഇല്ല അത്. പലപ്പോഴും തിരികെ പോലും ഇല്ല. നമ്മളെന്ത് പറയും? എൻ്റെ വശമാ ശരി, ഞാൻ ചെയ്തതാ ശരി. ആത്മാവിൻ്റെ ശബ്ദത്തിന് നമ്മളെപ്പോഴും മറുത്ത് നിൽക്കുക ചെയ്യുന്നത്. ആത്മാവിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നവരാണ് പെട്ടെന്ന് എന്ന് പറയും, എനിക്ക് തെറ്റിപ്പോയി, എൻ്റെ ഭാഗം ശരിയല്ല, എൻ്റെ ഭാഗം തെറ്റാ. പക്ഷെ നമ്മളെപ്പോഴും ആത്മാവിൽ നിന്ന് ജഡത്തിലേക്ക് വരുമ്പോഴാണ് തെറ്റും ശരിയും എന്നൊരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോരാടുന്നത്. അവൻ പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ ആത്മാവിൻ്റെ പ്രമാണത്തിൽ നടക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? റോമർ 8:1 ഇങ്ങനെ പറഞ്ഞാൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഇതെന്നെ മരണത്തിലോട്ടാണോ ജീവനിലേക്കാണോ? മറ്റേ ന്യായപ്രമാണമല്ലേ ജഡത്തിൻ്റെ പ്രമാണമോ? തെറ്റാണോ ശരിയാണോ? തെറ്റിന് ശരിയുടെ പ്രമാണം ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പുതിയ കാലഘട്ടത്തിലെ പ്രമാണം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ, ഞാൻ പിണങ്ങിയിരുന്നാൽ ഞാൻ മരിക്കുകയോ ജീവിക്കുകയോ, കാരണം എന്തു ആയിക്കോട്ടെ, എന്ത് കാരണം ആയിക്കോട്ടെ, എൻ്റെ ഭാഗത്ത് ഒത്തിരി ന്യായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഭാര്യയോട് പിണങ്ങിയിരുന്ന എന്താ സംഭവിക്കുക? ഞാൻ മരിക്കും. അപ്പം ജീവൻ വേണം എന്ത് ചെയ്യണം? ഞാൻ പിണങ്ങാതിരിക്കണം. പക്ഷെ നമ്മൾ പിണങ്ങിയിരിക്കുന്നതിന് എന്താ കാരണം പറയുന്നത്? ന്യായങ്ങളാണ് പറയുന്നത്, ശരിയല്ലേ? ഇങ്ങനെ പിണങ്ങിയിരിക്കാനുള്ള ഒത്തിരി ന്യായങ്ങൾ എൻ്റെ വശത്തുണ്ടെന്നാണ്. പക്ഷെ അതെങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? മരണത്തിലേക്ക്. ഈ ഈ തെറ്റിൻ്റെ ശരിയുടെയും പ്രമാണം നമ്മളെ എപ്പോഴും മരണത്തിലേക്കാണ് കൊണ്ടുപോവുക. ഈ തർക്കവും വാദവും എല്ലാം അതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്. നമുക്ക് കീഴടങ്ങാൻ കഴിയാത്തതിൻ്റെയും കാരണം അതാണ്. നമ്മളിപ്പോഴും ആ പ്രമാണത്താൽ നയിക്കപ്പെടുന്നതുകൊണ്ടാണ്. എന്നാൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് വരുന്ന ഉടനെ ഞാൻ പിണങ്ങിയിരുന്നാൽ നമുക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് എന്താ? സന്തോഷം, സമാധാനം. അതുതന്നെ നമുക്കറിയാം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീതി, സമാധാനം, പരിസരം, സന്തോഷമാണ്. മറ്റേത് മരണമാണ്. പിണക്കം വന്നാൽ എന്തുണ്ട് നമ്മളിൽ? മരണം വന്നു. എന്ത് കാരണം പറഞ്ഞാലും പിണങ്ങിയാൽ എന്തു പറ്റി? മരണം. നമ്മൾ മരണത്തിന് അധീനരായി തീർന്നു. അപ്പം നമ്മൾ ഏതിനെയാണ് തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ആദാമിൻ്റെ മുമ്പിൽ ആ പരീക്ഷയാണ് വന്നത്. നന്മ കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വൃക്ഷവും ജീവൻ്റെ വൃക്ഷവും. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത് എന്തായിരുന്നു? അവരാദ്യം ഏത് തിന്നണം? ഈ ജീവൻ്റെ വൃക്ഷത്തെയും തിന്നണം. അപ്പോൾ ആ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നുന്നതല്ലേ, ജീവൻ്റെ ആ തലത്തിലേക്ക് വരുന്നിടത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നൊരു മനസ്സിലാക്കലുണ്ട്. ഇപ്പം തെറ്റിൻ്റെ ശരിയുടെയും പ്രമാണത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കുന്നതും ആ ജീവൻ്റെ പ്രമാണത്തിൽ വരുമ്പോൾ മനസ്സിലാക്കുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട്. ആ ജീവൻ്റെ തലത്തിൽ നിൽക്കുമ്പം നമുക്ക് വളരെ വലിയൊരു മാറ്റം വരും. ഒരു മീറ്റിങ്ങിൽ നമ്മുടെ ബിനു ബ്രദർ ഇവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊരു ബ്രദറിനൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞൊരു കാര്യം. അന്ന് നമ്മൾ കോൺഫറൻസ് കേട്ടൊരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ്.
വിക്ടർ ബ്രദർ പറഞ്ഞ ഏഷ്യാപ്രവചനത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിലാണ്. നമുക്ക് ആ വാക്യം നോക്കാം. ഏഷ്യാവ് 50 അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവ കർത്താവിൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല. പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്ത് എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. അപ്പം കർത്താവ് ചെവി തുറന്നതിൻ്റെ അനന്തരമായിട്ട് പിതാവ് ചെവി തുറന്നതിൻ്റെ ഫലമായിട്ട് കർത്താവ് എന്താ ചെയ്തേ? അടി തുപ്പലിനൊക്കെ ഇങ്ങനെ നിന്നു കൊടുത്തു. മുഖം മറച്ചുമില്ല, പിന്തിരിഞ്ഞുമില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ തന്നെ നിന്നു. നമുക്കതറിയാം. അതിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പം നമ്മുടെയും ചെവി തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിന്നലിനും നിന്നയ്ക്കും തുപ്പലിനൊക്കെ നമ്മുടെ മുഖം അടിക്കാനൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അർത്ഥം? പ്രാക്ടിക്കലി അല്ലേ? ബ്രദറിൻ്റെ വീട്ടിൽ നടന്നൊരു കാര്യത്തോടുള്ള ബന്ധത്തിലാണ് ബ്രദർ അത് പറഞ്ഞ്, ഒരു ജനലിൻ്റെ നിർമ്മാണത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പം ബ്രദർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ. പക്ഷെ ദൈവം പെർഫെക്ഷൻ അല്ല നോക്കുന്നത്, ദൈവം പീസാണ് നോക്കുന്നത്. അത് ഇച്ചിരി വളഞ്ഞിരുന്നാലും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടെന്നല്ല ഇതാണ് പ്രശ്നം. അതാണ് പിന്തിരിയൽ എന്ന് പറഞ്ഞാൽ. പ്രാക്ടിക്കലി ചിന്തിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ അതിൻ്റെ ആ ഒരു ഇഷ്യൂവിനോടുള്ള ബന്ധത്തിലാട്ടോ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച റോയ് ബ്രദർ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്കൊരു ആത്മീയ ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം വീടുകളിൽ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇച്ചിരി പ്രായമൊക്കെ ആയി മക്കൾ കാര്യപ്രാപ്തിയിലൊക്കെ എത്തിയാൽ എന്ത് ചെയ്യണം? സ്റ്റിയറിങ് അവരെ ഏൽപ്പിച്ചു കൊടുക്കണം. മക്കളെ ഇനി നീ ഓടിച്ചു, ഞാനൊന്ന് വിശ്രമിക്കാൻ പോവുക. പക്ഷെ നമ്മുടെ ജഡത്തിലുള്ള ടെൻഡൻസി എന്താ? അവൻ ഓടിച്ചാൽ ശരിയാവുകയല്ലേ? ഞാൻ തന്നെ ഓടിച്ചാൽ ഇതൊക്കെ ശരിയാവുള്ളൂ. നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട് ആ ചിന്ത. ഇപ്പം ഒരു മോൻ കല്യാണം കഴിച്ചു വന്ന് മോൻ്റെ മോള അടുക്കള കയറുകയെന്ന് വിചാരിക്കുക. നമ്മുടെ അമ്മ തിണ്ണയിൽ കസറായിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഞെളിവിരി കൊണ്ടുകൊണ്ടിരിക്കുക. എന്താ കാരണം? ശരിയാവില്ല. അവിടെ ഞാനില്ലല്ലോ, അവിടെ ഒരു കാര്യം ശരിയാവത്തില്ല. ആ ഒരു ചിന്ത നമ്മുടെ എല്ലാം ജഡത്തിലുള്ളൊരു കാര്യമാണ് അത്. പക്ഷേ നമ്മളൊരു ആത്മീയ വളർച്ചയുടെ തലത്തിലാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? സാവകാശം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുക അങ്ങനെ ആദ്യം നമ്മളെ അവിടെ ഇരുത്തിയിട്ട് ഇപ്പുറത്തെ സീറ്റിൽ പഠിപ്പിക്കുന്ന ആളിരുന്നിട്ട് പുള്ളിയോട് ഒരു കൈ എപ്പോഴും സ്റ്റിയറിംഗ് കാണും. നമ്മൾ 2 കൈ പിടിച്ചിട്ട് അവർ ഒരു കൈ കൊണ്ട് പിടിക്കും. അവർക്കറിയാം നമ്മളെ വിട്ട് തന്നെ എന്ത് ചെയ്യും, എവിടെയെങ്കിലും കൊണ്ട് കയറ്റും. അതുകൊണ്ട് അവർ പിടിച്ച് അങ്ങനെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അവർ പയ്യെ കൈ അയച്ചയച്ച് ഒരു ദിവസം എന്നാൽ നീ എന്നെ ഓടിച്ചോളാൻ പറയും. അന്നേരത്തേനും നമുക്ക് എന്ത് കിട്ടും? ഈ വീലിൻ്റെ ഒരു ഡയറക്ഷൻ കിട്ടും. മറ്റേ നമുക്ക് ഡയറക്ഷൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഓടിക്കേണ്ട അടുത്ത് ഒത്തിരി ഓടിച്ച് അടുത്ത കുഴി പോയി ചാടും. അതുകൊണ്ട് അവർ പിടിച്ച കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇവരെന്താ ചെയ്യുന്നത്? അന്നേരം അവരുടെ അടുത്തുണ്ട് എന്തൊക്കെയുണ്ട്? ക്ലച്ചും ബ്രേക്കും ഉണ്ട്. ആക്സിലേറ്റർ മാത്രമേ ഇവർക്ക് കൊടുക്കത്തുള്ളൂ. പിന്നെന്താ ചെയ്യുന്നത്? നമ്മൾ ചവിട്ടുമെന്ന് നോക്കിയിരിക്കും. ചവിട്ടുകാലം തോന്നി അവർ ചവിട്ടും, ക്ലച്ചും ചവിട്ടും ബ്രേക്കും ചവിട്ടും. പക്ഷെ മുന്നോട്ട് പോകും തോറും ഇതൊക്കെ നമുക്ക് വിട്ടു തന്നുകൊണ്ടേയിരിക്കും അല്ലേ? അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ദിവസം ടെസ്റ്റിന് കൊണ്ടുവന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇപ്പുറത്തെ MVD ഉണ്ട്, അവരുടെ അടുത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും അവർ ചവിട്ടുമൊന്നുമില്ല. ഇത് ലെവലിൽ നിന്ന് കണ്ടിറങ്ങി പൊക്കോളാൻ പറയും. നീ ഒന്നും ആയില്ല. ആത്മീയമായിട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭൗതിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ ഒരു പൊതുവിലുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത, എന്തായാലും നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിട്ടുകൊടുക്കാൻ നമുക്ക് മനസ്സില്ല. പണ്ട് ജോജി ബ്രദർ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു. നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു അപ്പച്ചൻ, വല്യപ്പച്ചനാ. അപ്പം പുള്ളി കുറച്ച് സ്വത്തുള്ളതൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ അവസാനം എല്ലാവരോടും കൂടി പറഞ്ഞ് ഇതൊന്ന് എഴുതി കൊടുക്കാനുള്ള തീരുമാനം എടുത്തു. അങ്ങനെ മക്കളുടെ പേരിലൊക്കെ എഴുതി ഈ വല്യപ്പനോട് ചോദിച്ചു, ഇനിയും വല്ല ഉപാധിയും വെക്കണമെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ഉപാധിയും കൂടെ ഉണ്ട്, അവൻ മരിക്കുമ്പോൾ തിരിച്ചെനിക്ക് കിട്ടണം. ഈ വിട്ടുകൊടുക്കുമ്പോഴും
അതാ നമ്മുടെ ജഡത്തിൻ്റെ പ്രത്യേകത. ആ, നമുക്ക് മറ്റവരിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാതെ നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യം. ഇപ്പം ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ വണ്ടി ഓടിക്കും, ഇപ്പുറത്തെ മുന്നത്തെ സീറ്റിലിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ട് ക്ലച്ച് ഇടയ്ക്ക് വഴക്ക് പറയും. എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു നേച്ചർ അങ്ങനെ ആയിപ്പോയി. നമ്മൾ നമ്മളിങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാലേ ഈ കാര്യങ്ങളിലെല്ലാം നമുക്കൊരു ഫ്രീഡത്തിൻ്റെ ആവശ്യം. ആത്മാവിനാൽ നടത്തപ്പെടുമ്പോഴേ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യത്തോടെ. എനിക്ക് നിലമ്പൂരുള്ള ഒരാളെ അറിയാം. പുള്ളി പിള്ളേരെ നീന്ത് പിടിപ്പിക്കൊണ്ട് എന്നാന്നറിയോ, ചെന്നിട്ട് വലിയ വെള്ളത്തിലോട്ട് എത്തങ്ങ് ഇടും ഇതിനെ. ഒത്തിരി പേര് പുള്ളി വഴക്ക് പറയും, ഇത് തല്ലിപ്പടച്ച് വെള്ളം കുടിക്കും പോക്കും പിന്നെ എടുത്തരും. പുള്ളി ഡ്രൈവ് പഠിപ്പിക്കാൻ പോകുമ്പോഴും അങ്ങനെ തന്നെ പിള്ളേരെ പുള്ളി പിടിക്കാൻ ഒന്നുമില്ല, അങ്ങോട്ട് വിടറാന്ന് പറഞ്ഞ്. അതൊരു സ്വാതന്ത്ര്യമാണ് അത്. പക്ഷെ നമ്മളാണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല, ഹമ്പടാ നല്ല കോളല്ലേ. ഈ ഭൗതിക കാര്യങ്ങളുള്ള ബന്ധത്തിലും അങ്ങനെ ഉണ്ട്. അവരെ ഏൽപ്പിച്ച് നമ്മൾ പയ്യെ പിന്മാറിക്കൊണ്ടേയിരിക്കണം. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ സ്വസ്ഥമായിട്ടിരിക്കാൻ നമുക്കൊക്കെ ഒരു ആഗ്രഹമില്ലേ? പക്ഷെ നമ്മൾ സമ്മതിക്കില്ല, നമ്മുടെ ജഡം സമ്മതിക്കത്തില്ല, ഇല്ലേ? കയറി പിടിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, പ്രാക്ടിക്കലി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരെ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവരെ എക്സ്പേർട്ട് ആക്കണം, ട്രെയിൻ ചെയ്ത്, ഇല്ലേ? അങ്ങനെ ചെയ്യേണ്ടത്. ഇനി നമ്മളൊന്ന് കിടന്നുപോയി, നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. സാങ്കുട്ടി പറഞ്ഞ് ഭയങ്കര ടെൻഷനാണ്. ഈ ടെൻഷൻ എപ്പോഴും നമ്മുടെ ദേഹിയുടെ തലത്തിലുള്ള, ആത്മാവിൻ്റെ തലത്തിൽ എന്തില്ല, ടെൻഷനില്ല. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകും തോറും കേട്ടോ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന ഒരു സ്വസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ തീരുന്നത്. ഇനിയും മറ്റേ ആൾ ഓടിച്ചുകൊണ്ട് ഇടിപ്പിച്ചാലും ഒരു ടെൻഷനും ഇല്ല. നമ്മൾ സ്വസ്ഥരായിട്ടായിരിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് സ്വസ്ഥരായിട്ടായിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളൊരു വർജനമായിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു അച്ഛനുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പം ഇറച്ചി കൊണ്ടൊന്നും പുള്ളി വേണ്ടെന്ന് പറഞ്ഞു, മുട്ട വേണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, ഒരു സമയത്ത് ഞാൻ ഇതെല്ലാം തിന്നുമായിരുന്നു, പക്ഷെ ഇപ്പം ഇതെല്ലാം ഞാൻ വർജിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം ഇതൊന്നും എന്നെ സ്വാധീനിക്കാൻ ഇടകൊടുക്കരുത്. പുള്ളി എന്നിട്ട് കഴിച്ചില്ലത്. വലിയ പ്രായമൊന്നുമുള്ള അച്ഛനൊന്നുമല്ല, ഒത്തിരി പ്രായമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ പുള്ളിയെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്നിട്ട് പുള്ളി അവിടെയുള്ള പിള്ളേരോടും പറഞ്ഞ്, നിങ്ങളും അതൊക്കെ ശീലിക്കണമെന്ന് പറഞ്ഞു. ഇറച്ചിയില്ലാണ്ട് തിന്നാൻ പറ്റുന്നില്ല തോന്നൽ, മുട്ടയില്ലാണ്ട് തിന്നാൻ പറ്റിയല്ലെന്ന് തോന്നലൊക്കെ നിങ്ങളും അതിന് ജയിക്കണം, അതാ പുള്ളി പറഞ്ഞത്. അപ്പം ഇതൊന്നും നിയന്ത്രിക്കരുത്, നമ്മൾ വേണം ഇതൊക്കെ നിയന്ത്രിക്കാൻ. പ്രാക്ടിക്കലാണ് അത് തന്നെ അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ ശരീരം ഇച്ഛിക്കുന്നതല്ല ഞാൻ ഇച്ഛിക്കുന്നതിൻ്റെ ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുക. അപ്പം നമ്മൾ ഈ ആത്മീയ വഴിയിൽ മുന്നോട്ട് പോകും തോറും സംഭവിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തുടങ്ങും. മറ്റേ ന്യായപ്രമാണത്തിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ല. എപ്പോഴും തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, പോകരുത്, ഇല്ലേ? പിള്ളേർ കുറേ പ്രായമായാലും ഇങ്ങനെ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പം അങ്ങനെ പുതുതായിട്ട് വരുന്നൊരു കല്യാണം കഴിഞ്ഞ് വരുന്ന ആദ്യം ഉണ്ടാക്കുന്ന ഭക്ഷണം രുചി ഉണ്ടായിക്കണമെന്നില്ല. അത് തിന്നാനുള്ളൊരു താഴ്മയും പക്വതയും നമുക്കും വേണം. കാരണം നമ്മളിങ്ങനെ തിന്ന് രുചി പിടിച്ചിരിക്കുന്നവരാണ്. അപ്പം ദൈവം നമുക്കൊരു ട്രെയിനിങ് തരികയാണ്. പക്ഷെ കുറച്ച് നാൾക്ക് ശേഷം നമുക്കറിയാം അവരെന്ത് ചെയ്യും, എക്സ്പേർട്ടാവും. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററുടെ വീട്ടിൽ ചെന്നപ്പം സിസ്റ്റർ പറഞ്ഞു, സൗരന്മാരെ എനിക്ക് ഇവിടുത്തെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് ഒരു രുചിയും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ ബുദ്ഗൂർ പറഞ്ഞ. അപ്പോൾ സിസ്റ്റർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പഠിക്കാൻ. നമുക്ക് ആ ഒരു താഴ്മയുടെ ആവശ്യമുണ്ട്. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിലും ഭൗതിക കാര്യങ്ങൾ, ഈ ആത്മീയമായിട്ട് നമ്മൾ വളരും തോറും ഭൗതിക കാര്യങ്ങൾ നമുക്ക് എന്ത് വരും, ഒരു ജ്ഞാനം വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആത്മീയമായിട്ട് വളരുന്നില്ലെങ്കിലോ ആ ജ്ഞാനം നമുക്ക് കിട്ടത്തില്ല. ആ ജ്ഞാനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ്. ഇങ്ങനെ കൈ അയച്ചു കൊടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം. മറ്റേ നമ്മളെന്താ ചെയ്യുന്നത്? ആദാമ്യസിൻ്റെ ഒരു പ്രത്യേകത, കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് വരുമ്പോൾ അങ്ങനെ അല്ലേ, ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അത് മരണം വരെ അങ്ങനെ. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഫ്രീ ആയിക്കൊണ്ടിരിക്കും, നമ്മൾ കൈ തുറക്കാൻ തുടങ്ങും എല്ലാ കാര്യങ്ങളിലും. അതുമാത്രമല്ല, കുറച്ച് തെറ്റൊക്കെ വരുത്തിയാണെങ്കിലും പിള്ളേർ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ ഒരു സന്തോഷം വരും. അങ്ങനെയൊക്കെ പഠിക്കത്തുള്ളൂ. അങ്ങനെ നമുക്കറിയാം, ട്രെയിനിങ് അങ്ങനെ കൊടുക്കുന്നത്, അല്ലേ? പെർഫെക്റ്റ് അല്ല, നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്താണ് അങ്ങനെ ആകുന്നത്. തിമത്തിയോസിനോട് പൗലോസ് പറഞ്ഞു, ദൈവഭക്തിക്കൊത്തവണ്ണം
അഭ്യസനം ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് മൊത്തത്തിൽ ഒരു മനോഭാവത്തിൻ്റെ ആവശ്യമുണ്ട്. കൈമാറാനുള്ളൊരു മനോഭാവം, സ്വാതന്ത്ര്യം കൊടുക്കാൻ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതിനെല്ലാം മീതെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? സകലത്തെയും കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിലാണ് നമ്മൾ സ്വസ്ഥരായിരിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് സിസി എൻ്റെ അടുത്തിരുന്നിട്ട് ചാടി സ്റ്റീറിങ്ങിലൊക്കെ പിടിക്കുമായിരുന്നു. ആൾക്ക് ഓടിക്കാൻ അറിയത്തില്ലേലും ഒരിക്കലും ഇങ്ങനെ കോഴിക്കോട് നിന്ന് വന്ന് ഓമശ്ശേരി മെയിനിലോട്ട് കയറുമ്പം ഒരു വലിയ ലോറി വരുന്നുണ്ട്. ഇതേലും വരുന്നു ലോറി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ഞാൻ ശരിക്കും ഓടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും കൊണ്ട് കാണിച്ചു വെക്കുമെന്നുള്ള ഭയത്തിൽ നിന്ന്, ആൾക്ക് സ്വന്തം അറിയത്തില്ലേലും ആ ഭയത്തിൽ എന്ന് പറഞ്ഞാലോ നമ്മൾ ഭൗതിക കാര്യങ്ങളിലും അങ്ങനെ. അപ്പം നമ്മൾ കുറേ കാലമൊക്കെ ഓടിച്ച് നമുക്കൊരു സംശയമാണ്, ഇനി മോനെ ഏൽപ്പിച്ചാൽ അവൻ എല്ലാം ഒക്കെ കുഴപ്പമാക്കി കളയോ എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു പിടി വെച്ചേക്കുന്നത്. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്വതന്ത്രമായിട്ട് വയ്ക്കുക. കർത്താവ് എന്താ ചെയ്തേ? ഏതെല്ലാം ഇവരെ ആക്കിയിട്ട് എൻ്റെ ഇഷ്ടം ഇതാന്ന് പറഞ്ഞു, ഇത് തിന്നുന്ന ആളിന് മരിക്കും. എന്നിട്ട് എന്താ ചെയ്തേ? അങ്ങ് വിട്ടു. എന്നിട്ട് കർത്താവ് നോക്കിക്കൊണ്ടായിരിക്കുന്നത് ഇല്ലേ? സാത്താൻ വരുന്നത്, ഔവ്വ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്, ഇത് പറിക്കുന്നത്, തിന്നുന്നത്, കർത്താവ് എല്ലാം ചെയ്തോ? ഇല്ല. ഇപ്പം നമ്മളും പാപത്തിൽ നിന്നുള്ള ജയം അങ്ങനെ തന്നെയാണ്. കർത്താവ് തൻ്റെ ഇഷ്ടം നമ്മളോട് സഭയോട് അറിയിക്കാറുണ്ട്. അതിന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കും, പരീക്ഷ നമ്മളെങ്ങനെ അതിനോട് പ്രതികരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് പോയിട്ട് എന്ത് ചെയ്യും? സ്വന്തം ഇഷ്ടപ്രകാരം നടക്കും. പക്ഷെ കർത്താവ് അതിനകത്തൊന്നും ഇടപെടാറില്ല. അങ്ങനെ വീണ്ടും നമ്മളോട് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മൾ സ്വമനസാലെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. നിർബന്ധം ദൈവം ഒരിക്കലും ചെയ്യുന്നൊരു കാര്യമല്ല. പക്ഷെ നമുക്കൊക്കെ അറിയാം നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഒത്തിരി നമ്മുടെ സമയത്ത് നമ്മൾ ഇച്ഛിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്തിരിക്കണം, ഇല്ലേ? ആൾ ചെയ്യുന്നില്ലല്ലോ, നമുക്ക് ഭയങ്കര അസ്വസ്ഥത വരാൻ തുടങ്ങും. ആളോടൊരു അകൽച്ചയൊക്കെ വരും, ഹൃദയത്തിലൊരു വിഷമവും കയ്പൊക്കെ വരും. പിന്നീട് അടുത്ത ആ സഹോദരനായിട്ട് കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഇച്ചിരി തണുത്തായിരിക്കും. നമ്മുടെ ഊഷ്മളതയും ചൂടൊക്കെ പോയിട്ടുണ്ടാവും. റോയ് ബ്രദർ പറയുന്ന പോലെ ആ കെട്ടിപ്പിടിക്കുന്നതിനൊരു ഒരു ഊർജ്ജമൊന്നും ഇല്ലാത്ത പോലെ. കെട്ടിപ്പിടിച്ചോന്ന് ചോദിച്ചാൽ കെട്ടിപ്പിടിച്ചു, പക്ഷെ എന്തില്ല, ഒരു ഊഷ്മളത ഇല്ല. എന്താ അതിൻ്റെ കാരണം? ഞാൻ ഇച്ഛിക്കുന്ന പോലെ സഹോദരൻ ചെയ്തില്ല എന്നുള്ളതെന്ന് എൻ്റെ ഉള്ളിൽ ഒരു തിരിഞ്ഞൊരു തണുപ്പിൽ നിന്നാണ് അത് വരുന്നത്. പക്ഷെ ദൈവം അങ്ങനല്ല കേട്ടോ. ദൈവം അങ്ങനല്ല. ദൈവം നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? അവസരങ്ങൾ തരും. എത്ര അവസരം തരും? നമ്മൾ ഓരോരുത്തരും ദൈവം തരുന്ന അവസരത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഇല്ലേ? എന്നിട്ട് നമ്മൾ ആ കാഴ്ചപ്പാടാണ് സാത്താൻ മുതലെടുക്കുന്നത്. കണ്ടോ, ഇത്ര പ്രാവശ്യം ഇനി നിനക്ക് രക്ഷയുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളും പറയും ശരിയാ, ഇനിയും രക്ഷയില്ല. പക്ഷെ നമ്മളും അത്രയും അവസരമാണ് വെച്ചിരുന്നത്. പക്ഷേ കർത്താവ് അവസരം വെച്ചിരിക്കുന്നത് എത്രയാ? ഏ ഏ അതൊരു കാര്യം. എബ്രാഹിത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. അതിൻ്റെ അർത്ഥം എന്താ? മരിക്കുന്നത്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു അവസരമുണ്ട് നമുക്ക്. അതാ ദൈവത്തിൻ്റെ ഫ്രീഡമാണ് അത്. അങ്ങനെയൊക്കെ പറയുമ്പം നമ്മളോട് ചിലപ്പം ചോദിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിള്ളേർ ശരിയാകുമോ? അവരത് മുതലെടുക്കുകയല്ലേ, ഇല്ലേ? മുതലെടുക്കുകയല്ലേ? അപ്പം ദൈവം ചിന്തിക്കത്തില്ലേ മരിക്കുന്നതിന് വരെ അവസരം ഉണ്ടെന്ന് പറയുമ്പം? അപ്പം ആ മുതലെടുക്കുന്ന ആരാ? ഈ പിടിക്കപ്പെടാത്തവരാ, ജീവനാൽ പിടിക്കപ്പെട്ടൊരു ആഗ്രഹം എന്താ? ഒരു മുതലെടുപ്പുമില്ല. ഒരിക്കൽ പോലും എനിക്ക് വീഴണ്ടെന്ന ആഗ്രഹം. അവൻ്റെ ആഗ്രഹം മുഴുവൻ ഒരിക്കൽ പോലും വീഴണ്ടെന്ന്. ഇനി അബദ്ധം വീണ് പോയാലോ? അതാ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞേ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കും. പാപം ചെയ്താലോ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥനുണ്ട്. പക്ഷെ ദൈവം അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ഭീതിയും. നമ്മൾ ആ തുടർന്ന് ആ വാക്കിങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മെ നയിപ്പു ക്രിസ്തൻ വചനം നീക്കുന്നു ഭീതി ശണ്ടയെല്ലാം. ഭീതി ഒന്നാമത് ആരുമായിട്ടാണ് നമുക്ക് ഭീതിയുള്ളത്? ദൈവമായിട്ട് ഭീതി ഉള്ളതിൻ്റെ തെളിവാണ് പരസ്പരം ഭീതി ഉണ്ടായിരിക്കുക. ദൈവമായിട്ടുള്ള ഭീതി നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും പരസ്പരമുള്ള ഭീതി നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ ആ പാട്ടിൽ തുടർന്ന് നമ്മൾ പാടുന്നൊരു ഭാഗമുണ്ട്. 571 പാട്ടാണ്.
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൃത്യുവിൻ ദാസിൽ നിന്നെ ആത്മാവിത സ്വതന്ത്രമായി കർത്തൻ സ്വയം വെളിപ്പെടുത്തി, എനിക്കിത് മഹാഭാഗ്യം. തുടർന്ന് പറയുന്നത്, എൻ ഹൃത്തിൻ സൂര്യൻ പ്രകാശിപ്പു ഭോജനം യേശുവിൻ മേശയിൽ. എന്താ അതിൻ്റെ അർത്ഥം? എൻ ഹൃത്തിൻ സൂര്യൻ പ്രകാശിപ്പു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവ് ആത്മാവ് സ്വതന്ത്രമായി ആ ആത്മാവ് എന്ത് ചെയ്യുക? പ്രകാശിക്കുക. എൻ ഹൃത്തിൻ സൂര്യൻ പ്രകാശിപ്പു ഭോജനം എവിടെയാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 1 പത്രോസ് 2:2 വചനം രക്ഷയ്ക്കായി വളരുവാൻ. അപ്പോൾ ആ ഭോജനം, ഇതുവരെ ഭോജനം എവിടായിരുന്നു? ജഡത്തിൻ്റെ ഇഷ്ടങ്ങളിലായിരുന്നു. അത് പോയി. എൻ്റെ ഹൃദയത്തിൽ സൂര്യൻ പ്രകാശിച്ചു. എൻ ഭോജനം എവിടെയാ? യേശുവിൻ മേശയിൽ ഘോഷിച്ചുല്ലസിക്കുന്ന ആകയാൽ എൻ മുഴുവുള്ളവും. അതുകൊണ്ട് എൻ്റെ ആത്മാവ് എന്ത് ചെയ്യുക? ഘോഷിച്ച് ഉല്ലസിക്കുക. എഫെസ്യർ 5 നമ്മളെന്താ വായിക്കുന്നത്? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും എന്ന് പറഞ്ഞാൽ ഉള്ളു മുഴുവൻ എന്താ? പാട്ടും കീർത്തനമാണ്. മറ്റേ എന്തായിരുന്നു? ദുർമോഹങ്ങളും പരാതിയും പിറുപിറുപ്പും മറ്റവരുടെ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? മറ്റുള്ളവരുടെ കുറ്റങ്ങളായിരുന്നു. മരുമയുടെ മനസ്സിലെപ്പോഴും അമ്മായിമ്മയുടെ കുറ്റങ്ങളാണ്. അമ്മായിമ്മയുടെ മനസ്സിലോ മരുമയുടെ കുറ്റങ്ങളാണ്, അല്ലേ? നിറയേതായിരുന്നു. ആ കുറ്റങ്ങളിൽ നിന്നുള്ള വെളിപ്പാടാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരുന്നത്, ദൈവാനത്തിൽ നിന്നുള്ളതല്ല. പക്ഷേ ഈ ഒരു പ്രക്രിയയിൽ എന്താ നടക്കുന്നത്? ഘോഷിച്ചുല്ലസിക്കുന്ന ആകയാൽ എന്മുഴുവൻ ഉള്ളവും. അടുത്ത പാട്ട്, അടുത്തതെന്താ? സമയം 2 നിദ്രാമോഹം സുഖജീവിതം എന്നിവയിൽ നിന്നെന്നെയും ക്രിസ്തൻ വിടുവിച്ചു ചേർത്തിതാ തൻ ശരീരമാം സഭയിൽ. അപ്പൊ അങ്ങനെ അകത്തെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ഒരാളുടെ പ്രത്യേകത എന്താ? നിദ്രാമോഹം സുഖ ജീവിതം. നിദ്രാമോഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലേ, അലസരായി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ആത്മാവിൽ ജീവിക്കാനുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ? അത് ജഡത്തിൽ വസിക്കുമ്പോൾ പ്രത്യേകത. ആത്മാവിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ ആത്മാവിന് ഉള്ളിൽ തീയാ. തീ ഇങ്ങനെ തിളച്ചു മറിയുക. അന്നേരം ഉറക്കം വരുമോ? ഇല്ല. ഇനി ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ പോലും ഉള്ളിൽ നിന്ന് പാട്ടായിരിക്കും വരുന്നത്. അകത്തിൽ നിന്ന് ഉള്ളിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും എന്തായിരിക്കും? ആന്തരികമായിട്ട് ദൈവത്തോടുള്ള സ്തുതിയുടെ ആത്മാവിലായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ അതിൽ നിന്നൊക്കെ വിടുവിച്ചിട്ട് കർത്താവ് ഇവിടെ കൊണ്ട് ചേർത്തു, സഭയെ കൊണ്ട് ചേർത്തു. തുടർന്ന് എന്താ നമ്മൾ വായിക്കുന്നത്? ദൈവത്തിൻ ആട്ടിൻ പറ്റം ഇതാ നല്ലിടയർ നയിപ്പവരെ യേശുവിന് സ്നേഹം നിർബന്ധിപ്പു ഹീനർ നമ്മളെ ഈ സ്നേഹം നിർബന്ധം. അപ്പോസ്തലൻ അതാ പറഞ്ഞേ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നിർബന്ധിക്കുന്നത്? ക്ഷമിക്കാൻ, പൊറുക്കാൻ, കരുണ കാണിക്കാൻ, ദോഷം കണക്കിടാതിരിക്കാൻ, അല്ലേ? ഇപ്പൊ ക്ഷമിക്കണേൽ എന്ത് വേണം? എന്തെങ്കിലും തെറ്റ് സംഭവിക്കാൻ ക്ഷമിക്കാൻ പറ്റുമോ? ന്യായപ്രമാണത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ? നീ എന്നാ കാണിച്ചേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ലേ? തെറ്റിൻ്റെ ശരിയാണ്. ഈ നമ്മൾ ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് വരുമ്പോഴോ ആത്മാവിനോട് എന്താ പറയുന്നത്? ഉണ്ടോ? തെറ്റ് ചെയ്ത് എനിക്ക് ക്ഷമിക്കാനുള്ളൊരു അവസരമുണ്ട് ഇവിടെ. നമ്മൾ അങ്ങനെയാണോ നടത്തപ്പെടുന്നത്? ഇപ്പം വേറെ ആൾ തെറ്റ് കാണുന്ന ഉടനെ ആത്മാവ് ആദ്യം നമ്മളോട് പറയുന്നത് എന്താ? തെറ്റുണ്ട് അവിടെ, പക്ഷേ അത് നിൻ്റെ ജീവിതത്തിൽ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്? നിന്നെ ക്ഷമ പഠിപ്പിക്കാൻ, നീ ക്ഷമിക്കാനാണ്. അപ്പോൾ എങ്ങനെയാണ് നേരം നോക്കിക്കാണുന്നത്? മറ്റേത് നമ്മളിങ്ങനെ ഒരു വല്ലാത്ത മനോഭാവത്തിൽ കണ്ണ് കൂറിട്ടി നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നുള്ള മട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു തലത്തിലേക്ക് വരുമ്പോഴോ ക്ഷമിക്കാനുള്ളൊരു അവസരം. അല്ല, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ഈ ആത്മാവിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ വചനം ഗ്രഹിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഒരു സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത് തീത്തോസിലാന്ന് തോന്നുന്നു, അവരെ കഠിനമായി ശാസിക്കുക. അത് കേൾക്കുന്നുണ്ടോ? നമുക്ക് എന്താ തോന്നുന്നത്? കഠിനമായി ശാസിക്കാൻ പറയുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? നമ്മുടെ ജഡം അന്നേരം എന്താ മനസ്സിലാക്കുന്നത്? ഒമ്പട എന്നാൽ എന്നെ ഞാൻ കാണിച്ചു തരാം, അല്ലേ? പക്ഷേ ആത്മാവ് കഠിനമായിട്ട് ശാസിക്കാന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് കഠിനമായി ശാസിക്കാന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ആ വാക്കിലൊന്നും വലിയ കാർക്കശ്യമൊന്നും കാണത്തില്ല. സോര തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ. മറ്റേ ജഡം മനസ്സിലാക്കുമ്പോഴോ എന്നാ സോര കാണിച്ചേ, ഇങ്ങനെയാണോ കാണിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച്. അപ്പം ഈ കഠിനമായി ശാസിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ആത്മാവിൽ ഗ്രഹിക്കാം, സ്വയത്തിൽ നിന്നും ഗ്രഹിക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും പിള്ളേരോട് ആത്മാവിൽ നിന്ന് ശാസിക്കാം, ജഡത്തിൽ നിന്ന് ശാസിക്കാം. ജഡത്തിൽ നിന്ന് ശാസിക്കുക എന്താ പറയുന്നത്? ഇറങ്ങടാ, വിളിക്കുന്ന ഇങ്ങോട്ട് വരണ്ട, പൊക്കോ.
ആ സോഴ്സ് ജഡവാ. ആത്മാവ് ഒരിക്കലും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ കാണുമായിരുന്നു. കർത്താവ് നമ്മളോട് അങ്ങനെ ഇടപെടുന്നെങ്കിൽ നമ്മൾ വല്ലയിടത്തും കാണുമോ ഇന്ന്? ആത്മാവ് ശാസിക്കുമ്പോൾ എന്താ പറയുന്നത്? അന്നേരം നമ്മൾ വിളിക്കുന്ന ആത്മാവ് ശാസിക്കും, മോനെ അത് തെറ്റിപ്പോയി, അങ്ങനെ അല്ല വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ഈ ആത്മാവിൻ്റെ തലത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ. ഒരേ കാര്യം നമ്മൾ രണ്ട് തിരിയുന്നത്. ജഡത്തിൽ നിൽക്കുമ്പം നമ്മൾ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതല്ല. ആത്മാവിൽ നിൽക്കുമ്പോൾ ജഡത്തിന് അന്നേരം പ്രതികരിക്കും, അല്ലേ? അങ്ങനെ വിട്ടാൽ ശരിയല്ല അന്നേരം. പക്ഷെ ആത്മാവിലാണല്ലോ കുറച്ച് സമയം കാത്തിരിക്കും. കുറച്ച് സമയം കാത്തിരുന്ന്, ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കും, ചിലപ്പോൾ ദിവസങ്ങളായിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ ശാസിക്കാൻ പോകുന്നത്. അന്നേരം ശാസന എങ്ങനെ ആയിരിക്കും? ആ ശാസന കേൾക്കുന്ന ആൾക്കൊരു അനുഗ്രഹമായിട്ട് തോന്നും. മറ്റേതോ, ഓ ഈ പരിപാടി ഇട്ടിട്ട് എല്ലാം പോയേക്കാം, അല്ലേ? കുടുംബീയത്തിലാണേലും സൗകര്യമാർ വിചാരിക്കും എവിടെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അതിന് കാരണം ഈ വന്ന മുഴുവൻ ദേഹിന്നാ വന്നേ. ദേഹിന്ന് മരണം ഉണ്ടാക്കുന്നത്. നമ്മളിലും അതെ, കേൾക്കുന്നവരിലും അതെ. പക്ഷെ ആത്മാവിൽ നിന്നോ? നമ്മളിലും ജീവനാണ്, കേൾക്കുന്നവരും ജീവനാണ്. ഇപ്പം പത്രോസിനെ കർത്താവ് ശാസിച്ചു. പത്രോസിൽ എന്താ ഉളവാക്കിയേ? കൂടുതൽ കർത്താവിനോട് ചേർന്ന് നടക്കാനുള്ള ഒരു താല്പര്യം ഉളവാക്കിയത് എന്ന് പറഞ്ഞല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ഈ ആത്മാവിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് ആത്മാവിൻ്റെ കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പം തിരുബാബലിനെ കുറിച്ച് പറഞ്ഞ പോലെ, അവൻ്റെ കയ്യിലെ തൂക്കുകെട്ട് കണ്ടിട്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമുക്കറിയാം, ഒരു മേശിരി പണിയാൻ വരുമ്പം എന്തൊക്കെ കാണും? ഈ ചുറ്റിക കാണും, തൂക്കുകെട്ട കാണും, മറ്റേ കുലശേഖരം കാണും എന്ന് പറഞ്ഞ പോലെയാ. അപ്പം നമ്മുടെ ഉള്ളിലെ അല്പകാര്യങ്ങളുടെ ദിവസം തുച്ഛീകരിക്കുന്നു. അവിടെ അങ്ങനെ തുടങ്ങുന്നത്. ചെറിയ സാഗ്ദാന്റെ ചെറിയ തുടക്കത്തെക്കുറിച്ച് പറയുന്നില്ലേ? പലപ്പോഴും ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം വളരെ ചെറുതായിട്ടാണ് തുടങ്ങുന്നത്, ചെറിയ കാര്യങ്ങളിൽ. അത് പിന്നെ വലുതായി വലുതായി വരിക ചെയ്യുന്നത്. അപ്പം നമുക്കതുകൊണ്ട് നിരാശയ്ക്കൊരു വകയില്ല. നമുക്ക് മാനസാന്തരപ്പെടാം. നമുക്ക് കൈ മുറുകെ പിടിച്ചിരിക്കുന്ന എല്ലാ തലത്തിലും എന്ത് ചെയ്യാം? കൈ വിടർത്താനായിട്ട്. ഇല്ല, ആത്മാവിൻ്റെ തലത്തിൽ ഒരു ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്. പൗലോസ് ചെലവിടാനും ചെലവായി പോവാനും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് ചിന്തിച്ചു കഴിയും, അല്ലെ? സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചിട്ട് ആശീർവദിക്കുന്നത്, അല്ലേ? പല സഭകളെയും അവരെ ബുദ്ധിമുട്ടിക്കാതെ രാവും പകലും പണിയൊക്കെ എടുത്തിട്ട് അവരോട് സുവിശേഷം പ്രസംഗിച്ചു വളരെ സന്തോഷത്തോടെ. ഒരു കൂലി എന്നുള്ള ചിന്ത പോലും തൻ്റെ മനസ്സിൽ ഇല്ല. പക്ഷെ നമ്മൾ അങ്ങനാണോ? നമുക്ക് അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യമുണ്ടോ? അല്ലേ? ഈ ഒരു ആത്മാവിലുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതോറും സംഭവിക്കുന്നൊരു കാര്യം, അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളാണേലും അല്ലേലും മറ്റേ നമുക്കെപ്പോഴും നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ആദ്യം എനിക്ക്, പിന്നെ. പക്ഷേ നമ്മൾ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോഴോ ആദ്യം കർത്താവിന്. അങ്ങനെ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം ആരാ നോക്കണ്ടേ? കർത്താവാണ് നോക്കണ്ടേ. ആ വിശ്വാസത്തിൻ്റെ തലത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അസ്വസ്ഥപ്പെടത്തില്ല. എൻ്റെ ബാങ്കിലെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയുടെ അളവ് കുറയും തോറും വീട്ടിൽ പ്രശ്നം ആരംഭിക്കും. സൗകര്യോട് പറയും, നിനക്കൊരു നോട്ടോ ഇല്ല, നീ എന്നെ ഇങ്ങനെ ചിലവാക്കുന്നത്, ഇല്ലേ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പിള്ളേരുടെ നേരെ. പക്ഷേ ഈ കർത്താവിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, ആത്മാവിൻ്റെ തലത്തിലേക്ക് നമ്മൾ വരുന്നിടത്ത് ഈ അക്കൗണ്ടിലെ പൈസ കുറഞ്ഞാലും നമ്മുടെ സ്വസ്ഥത അവിടെ ഉണ്ടാവും. അക്കൗണ്ട് ശൂന്യമാണേലും ഹൃദയം സ്വസ്ഥമാണ്, അല്ലേലോ? ശൂന്യമായി കിടക്കുന്നൊരു അക്കൗണ്ടുമായിട്ട് നമ്മൾ വരുമ്പം അസ്വസ്ഥമായൊരു ഹൃദയമായിട്ടാണ് വരുന്നത്, ഇല്ലേ? ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇതൊരു ഭയങ്കര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു തലത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര പേരത് ആഗ്രഹിക്കുന്നു? നമ്മളൊരു പാട്ടി പാടാറില്ല, നിന്നെ തനിക്കായി നൽകാൻ തന്നുടമ്പടിയെ നീ സ്വയമേൽക്ക, പ്രാണൻ പോയാലും മാറാതെ തന്നുടെ വാക്ക് മാറാ, താൻ വിജയം നൽകും, ശത്രുവെ തോൽപ്പിച്ചിടും. അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഉടമ്പടി എന്താ? സാഗുര എപ്പോഴും പറയുന്നൊരു ഇതാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെതെല്ലാം നിൻ്റേതും, നിൻ്റേതല്ല എൻ്റേതും. എൻ്റേത് നിൻ്റേതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്ന് പറയും, എൻ്റേത് നിൻ്റേതുമാണ്.
ജോർസോനും പണ്ടൊക്കെ പറയായിരുന്നു, എൻ്റെ അപ്പൻ ഭയങ്കര കോടീശ്വരനാണ്, അവിടെ ഒന്നിനും കുറവില്ലെന്ന് പറയും. സർവ്വസ്വര പിതാവിനെ കുറിച്ചുള്ള ഇതാ പറയുന്നത്, അവിടെ ഒന്നിനും കുറവില്ലെന്ന് പറയും എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ആ ഒരു വിശ്വാസമുണ്ടോ? എൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ട് കാലിയായാലും എൻ്റെ അപ്പൻ അതിസമ്പന്നനാണ്, അവിടുത്തെ അക്കൗണ്ടിൽ ഒരിക്കലും കുറയത്തില്ല. അപ്പോൾ എൻ്റേത് ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ അതെനിക്കും ഏൽപ്പിച്ചു തരും. നമ്മൾ പലപ്പോഴും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് സാമ്പത്തിക കാര്യങ്ങളോട് മുമ്പിൽ പറഞ്ഞല്ലോ, കർത്താവിനെയും മാമോനെയും പണത്തെയും കൂടെ ഒന്നിച്ച് സേവിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? ഒന്നുകിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് മാമോനെ സേവിക്കും, അല്ലെങ്കിൽ മാമോനെ തള്ളിപ്പറഞ്ഞിട്ട് കർത്താവിനെ സേവിക്കും. അപ്പം നമുക്കതുകൊണ്ട് ഈ ഒരു ആത്മാവുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു വെളിച്ചം നൽകാനായിട്ട് നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥനയിലായിരിക്കാം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ആന്തരിക ആത്മാവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാണാൻ തുടങ്ങുന്നിടത്ത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും, നമ്മുടെ ടെൻഷൻ പോവും. ഗേഹസിക്കൊരു ടെൻഷൻ വന്നു. ആരാൻ രാജാവ് വന്നിട്ട് പ്രവാചകൻ ഇരിക്കുന്ന മലയങ്ങ് വളഞ്ഞ് സൈന്യങ്ങളുമായിട്ട് വന്നു. ഇല്ലേ, ഗേഹസി ഓടി വന്നിട്ട് ഏലിയാവിനോട് പറഞ്ഞു, പെട്ടു ദേ. അപ്പോൾ ഏലിയാവ് കൂളായിട്ടാണ് ഇരിക്കുന്നത്. ഏലിയാവ് എന്താ പറഞ്ഞത്, എന്താ ചെയ്തത്? ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണം. കണ്ണ് തുറന്നാണ് പുള്ളി എന്താ കാണുന്നത്? ആരാൻ രാജാവിൻ്റെ സൈന്യത്തെയും കാണുന്നില്ല, അഗ്നിമയ രഥങ്ങളും കുതിരകളും കൊണ്ട് ആ മല മൂടിയിരിക്കുന്നത്. ചിന്തിച്ച് നോക്കി, ഒരാള് ദൈവം കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ പുള്ളി എന്താ കാണുന്നത്? ദൈവ സാന്നിധ്യം, ദൈവ സൈന്യത്തിൻ്റെ സാന്നിധ്യം. അതിനു മുമ്പോ ശത്രുവിൻ്റെ സാന്നിധ്യമാണ് കാണുന്നത്. നമ്മുടെ ഉള്ളിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ജഡത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പോൾ ആകെ പ്രശ്നമാണ് മുഴുവൻ, ഇവിടെയും പ്രശ്നമാണ്. പക്ഷെ ആത്മാവിൻ്റെ തലത്തിലേക്ക് വരുന്നിടത്തോ ദൈവ സാന്നിധ്യം കൊണ്ട് മൂടപ്പെട്ട ഒരവസ്ഥ. അവിടെ എന്തുണ്ട്? സ്വാതന്ത്ര്യവും സ്വസ്ഥതയും. അപ്പം അതുകൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സഹോദരനോട് സംസാരിച്ചവൻ പറഞ്ഞു, എഫേസ്യർ 1:17-18-19 വാക്യങ്ങൾ ഒരു 10-15 വർഷമായി നിരന്തരമായിട്ട് എൻ്റെ ചിന്തയിലുള്ള കാര്യമാണ്. ഏതാ വാക്യം? നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ദൈവം പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ദർശനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ നൽകേണ്ടത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഇപ്പം ഗേഹസി കണ്ടതാ കാണുന്നത്, പ്രവാചിഷ്യം കണ്ടതാ കാണുന്നത്. എന്താ അത്? അഗ്നിമയ രഥങ്ങളും കുതിരകളും അല്ലേലോ, ശത്രു സൈന്യം കൊണ്ട് മൂടിയിരിക്കുന്ന, പ്രശ്നങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്ന ഒരവസ്ഥ. അപ്പം ഇത് അതവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ മീതെ കവിയുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതുകൊണ്ട് നമുക്കും നിരന്തരമായിട്ടൊരു പ്രാർത്ഥനയിലായിരിക്കാം, കർത്താവേ നീ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണും തുറന്നത് കാണാൻ എന്നെ സഹായിക്കണം. അത് കാണും തോറും നമ്മുടെ കൈയുടെ പിടി വിട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും. ഒരിക്കലേ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പം ഒരു സഹോദരൻ ഇങ്ങനെ ചിരിച്ചു. പിള്ളേർക്ക് കാര്യങ്ങളൊക്കെ കൈമാറുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പം ഒരു സഹോദരനാണ്, പുള്ളി ഇങ്ങനെ ചിരിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കൊരുത്തിനെ വിശ്വാസമില്ല. ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളൊരു വിശ്വാസം ഉണ്ടാകും. നമുക്ക് ദൈവത്തിൽ വിശ്വാസമല്ല, ആരിലും വിശ്വാസം ഉണ്ടാകത്തില്ല. നമ്മൾ സകല മനുഷ്യരും അരിഷ്ടരായിരിക്കും. പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം നമ്മളെ ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. നമ്മളൊരു പാട്ടിപ്പാണ്, ശ്രേഷ്ഠമീ സ്വസ്ഥത ഉറപ്പും വിശ്വാസിക്ക് നിൻ വാക്ക് ശക്തി, ആത്മാവിൽ നിന്നെ കാണുന്നു ഞാൻ എത്ര മഹത്വം അല്ലേ ഈ സ്വാതന്ത്ര്യം. ആത്മാവിൽ ദൈവത്തെ കാണാൻ തുടങ്ങുമ്പം ഒരു ഭയങ്കര സ്വാതന്ത്ര്യത്തിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ശരി യഥാർത്ഥ സ്നേഹം എല്ലാം വിട്ടുകൊടുക്കുന്നതാണ് അല്ലേ. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തനിക്കായി തന്നെ ഒന്നും അന്വേഷിക്കുന്നില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നത്? അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഞാൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം, മറ്റുള്ളവരുടെ ഗുണം കൂടെ അന്വേഷിക്കണം. ഈ ആത്മാവിൻ്റെ വഴി നടക്കും തോറുമാണ് നമുക്ക് സംശയങ്ങൾ തീരുന്നത്, ആകുലത തീരുന്നത്, പ്രശ്നങ്ങൾ തീരുന്നത്, നമ്മുടെ സ്വസ്ഥയിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ സഹോദരന്മാരെ, ഈ ഒരു സ്വാതന്ത്ര്യം നടക്കാനായിട്ട് നമ്മൾ നിരന്തരമായിട്ട് കർത്താവിനോട് ഈ സത്യം ഒന്ന് കാണാനായിട്ട് എൻ്റെ കണ്ണുകൾ തുറക്കണമെന്നുള്ള നിലവിളിയായിട്ടായിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.